ഇന്ന് ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് കടയിൽ പോയപ്പോൾ നല്ല ഫ്രഷ് ഐക്കൂറയുടെ തലയിരിക്കുന്ന കണ്ടു. സാധാരണ നെയ്ച്ചോറിലേക്ക് ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഐക്കൂറയുടെ തല വാങ്ങിയിട്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലെന്ന് വിചാരിച്ചു. നല്ല ഫ്രഷ് വലിയ ഇറക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ല നെയ്യുള്ള തലയാണ്. അത് നേരെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല റോസ്റ്റ് ഉണ്ടാക്കി. സംഭവം ഇവിടെ സ്ഥിരം ഉണ്ടാക്കാറുള്ളതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് കഴിക്കാനായിട്ട്. സാധാരണ മുളക് ഇട്ടിട്ട് കറി ഉണ്ടാക്കാറുണ്ട്, പിന്നെ അതുപോലെ റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എനിക്ക് നെയ്ച്ചോറുണ്ടാക്കി. നല്ല ഫ്രഷ് ആയിക്കൂറായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. നല്ല നെയ്യൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത ഐറ്റം കേട്ടോ. നല്ല ചൂടോടെ തന്നെ ചോറും കറിയൊക്കെ വിളമ്പിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കച്ചമ്പറും ആ മസാലയും കൂടി ചോറ് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ചോറൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ജീരകശാല അരി കൊണ്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ മസാല കൂട്ടി കഴിച്ചപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കിടിലനായിട്ടുണ്ട്. ആ കുരുമുളകിൻ്റെ ഫ്ലേവറും ആ മസാലയൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പിന്നെ മീൻതല വാങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ണാണ്. അതും വലിയ കണ്ണാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടേസ്റ്റിന് കഴിക്കാനായിട്ട്. അത് എടുത്തിട്ട് ആ ചോറിൽ ഇങ്ങനെ നല്ല പോലെ കുഴച്ചിട്ട് ആ മസാലയും കച്ചമ്പറൊക്കെ കൂട്ടിയിട്ടൊന്ന് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, സംഭവം ഒരു രക്ഷയില്ല. സംഭവം നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. പിന്നെ നാരങ്ങച്ചാറുണ്ടായിരുന്നു. കുറച്ച് നാരങ്ങച്ചാറും കൂടി എടുത്തിട്ട് അതിലത്തെ മസാലയും പിന്നെ അതിൽ നിന്ന് മീനിൽ നിന്നൊരു പീസും കൂടി എടുത്തിട്ട് നല്ലപോലെ കുഴച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. സംഭവം മാംസമൊക്കെ കുറച്ച് കുറവായിരിക്കും. അതിൻ്റെ എല്ലൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. നല്ലപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള എല്ലൊക്കെ ആണ് കേട്ടോ ഇതിലുള്ളത്. നല്ല രസമാണ് കഴിക്കാനായിട്ട്. നല്ല നെയ്യൊക്കെ ഉള്ള മീനാണ്. അത് അച്ചാറും ചോറൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ വേറെ ലെവലാണ്. കുറച്ച് സ്പൈസി ആയിട്ടാണ് മസാല ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കുരുമുളകും പച്ചമുളകും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട്. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. സംഭവം എന്തായാലും ഉഷാറായിട്ടുണ്ട്. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കൂട്ടോ. നെയ്ച്ചോറും പിന്നെ മീൻ മസാലയും അടിപൊളിയാണ്. ഒരു പീസ് പപ്പടം കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, പൊളിയായനെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.